ടാറ്റാ. പണ്ട് ഇങ്ങനെയാണ്, ഞാൻ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഇവിടെ നിന്ന് ടാറ്റ തരും ഇയാൾ. ഇവിടെ വന്നിട്ട് ഞാൻ തിരിഞ്ഞൊരു ടാറ്റയും കൊടുക്കും, അല്ലേ തോമു? ഇന്ന് എൻ്റെ മോൻ ടാറ്റ കൊടുക്കുന്നു. എന്താ കാലത്തിൻ്റെ പോക്ക്. പോ. എവിടെയാ പോണത് തോമു? ഓക്കെ, കൈ പിടിക്കുക. ഞാനിങ്ങനെ നടക്കൂട്ടാ കോളേജിലോട്ടും ഒക്കെ. എൻ്റെ അറിവിൽ ഞാനൊരു പ്രാവശ്യം തമിഴ്നാട്ടിൽ പഠിക്കുമ്പോൾ സ്കൂൾ വാനിൽ പോയിട്ടുള്ളൂ. പിന്നെ ഒക്കെ സൈക്കിൾ ചവിട്ടിയും ബസ് കയറിയും. അല്ലേ തോമു? തോമുനറിയില്ലല്ലോ അല്ലേ. ഞങ്ങൾ മണ്ടാട് പള്ളി പെരുന്നാളിന് പോവാണ്. യാ, അപ്പയുടെ അടുത്ത് പോകണം. ഇന്ന് ഞാൻ വീഡിയോ എടുക്കണം എൻ്റെ പുതിയ ഫോണിലാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ, അല്ലേ തോമു? ഞാൻ കാര്യമായിട്ട് ലഗേജുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും കാണും. പിള്ളേർക്ക് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. യാ, അവിടാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് പോണ വഴി. സൂസൻ ഇവിടെ ആരുമില്ല. സൂസൻ ഡെലിവറി ടൈം ആയിട്ടിരിക്കുകയാണ്. ഇത് പ്രിൻസി ചേച്ചിയുടെ വീട്. പ്രിൻസി ചേച്ചിയുടെ അച്ഛൻ്റെ വീട്, അല്ലേ തോമു? യാ, ഫുൾ ഓഫ് നൊസ്റ്റ് വഴികൾ. അതിൻ്റെ ഇടയ്ക്ക് ഡോൺ ചാട്ടം വിളിച്ചതാണ്. ഇപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് വെച്ചു. അടുത്തു കാടാണ് ഫുള്ള്, കാടും പടലകളുമാണ് ഫുള്ള്. പണ്ട് തൊഴിലുറപ്പുകാർ ക്ലീൻ ചെയ്യായിരുന്നു ഇങ്ങനെ പറമ്പുകളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഇപ്പോൾ എന്താണോ ആര് പറമ്പിന് ഉടമസ്ഥരൊന്നും നാട്ടിലില്ല. പിന്നെ ക്ലീൻ ചെയ്തിട്ടും 10 പൈസയ്ക്ക് കാര്യമില്ല. എൻ്റെ മോൻ എന്നെ കൂട്ടാട്ടോ. നല്ല പോലെ നടക്കാൻ ഇഷ്ടമാണ്. പണ്ട് ഞാനും അങ്ങനെ തന്നെയായിരുന്നു, നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തോരം ദൂരം വേണേലും ഞാൻ നടക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് തോമും ചാക്കോ ഇപ്പോഴും. ഇപ്പോൾ ഈ ട്രെയിൻ ട്രിപ്പിലാണ് ചാക്കോ നടക്കുമെന്നുള്ളത് എനിക്ക് മനസ്സിൽ. തോമു മണ്ണ് എറിപ്പിക്കല്ലേ, കെട്ടിക്കൂടെ കയറി പോവാണ് കേട്ടോ, അല്ലേ തോമു? എവിടെയാ ഷോർട്ട് കട്ട്? ആവോ, ദൂരെ കാണുന്നത് അമ്മയുടെ സ്കൂളാ. അപ്പൊ ചെറിമരം കണ്ടോടാ? മരം ആണെന്നാണ് എൻ്റെ വിശ്വാസം. ദേ ചെറി, ദേ ഇത് ചെറിയല്ലേ? ഇത് ചെറിയാടാ, ദേ ചെറി, ചെറീസ്. ബാ, അങ്ങനെ നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങി കേട്ടോ. അപ്പം ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിനിടയ്ക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു കേട്ടോ. ഒരു ഫാമിലി പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇങ്ങോട്ട് വന്ന് മിണ്ടി. സത്യം പറഞ്ഞാൽ എന്നോട് മീനു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ വരുമ്പോൾ പറയണമെന്നുള്ളത്. പക്ഷെ എനിക്ക് വിട്ടുപോകാതെ ഞാൻ ഓർത്തെങ്കിലും തോമു നിൽക്കാൻ സമ്മതിക്കില്ല. കാരണം ടോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്തായാലും നാളെ രാവിലെ എനിക്ക് ഒന്നുകൂടെ പോകണം. അപ്പോൾ മീനുവിനെ വിളിച്ച്, മീനു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സിലാവാൻ നമ്മുടെ ജോർദാൻസ് വേൾഡിലെ മീനുവാണ് കേട്ടോ. അപ്പോൾ തോമുവിനോട് വാക്ക് പറഞ്ഞ പോലെ ടോയ്സിൻ്റെ ഷോപ്പിലേക്കൊക്കെ പോയി 2-3 ടോയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കരിമ്പൻ ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. തോമുവിന് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പൻ ജ്യൂസ്. അപ്പോൾ അത് ഞങ്ങളൊരു ഗ്ലാസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ 2 പേരും ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ. അവനും ആകെ എന്താ പറയുക ടയേർഡായി നടന്നു വന്നപ്പം കുരിശുനോട്ടി നിന്ന് വഴിക്ക് തന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. ഞാൻ വെള്ളമൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ ടോയ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് തിരിച്ചിതേ പള്ളിയിൽ കയറിയപ്പോഴത്തേക്കിനും
ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇരുട്ടത്ത് കാണുമ്പോഴാണ് അതിനൊരു ഭംഗി. ഇനി അപ്പം വരുമ്പോൾ വേണം ഇവരെ ചാക്കോച്ചനെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാൻ കേട്ടോ. ചാക്കോ സത്യം പറഞ്ഞാൽ വന്നിട്ട് പുറത്തേ ഇറങ്ങിയിട്ടില്ല. തോമു ഇന്നുകൂടെ കൂടി 2 പ്രാവശ്യം പുറത്തിറങ്ങി. എനിക്ക് വേറെ നിവൃത്തിയും ഇല്ലായിരുന്നു. അങ്ങനെ ദേ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലാണ് നമ്മുടെ ചാക്കോ തോമു ഉണ്ടായ ഹോസ്പിറ്റലാണ്. പിന്നെ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആളാണ് കേട്ടോ. എനിക്ക് എത്രയോ വർഷങ്ങൾ പരിചയമുള്ളതാണ്. ഈ പള്ളിയുടെ മുന്നിൽ ഇരിക്കുന്നതാണ് ഈ അമ്മ. അപ്പോൾ ആ അമ്മേനെ മാത്രമേ, ചിരിക്കുന്ന അമ്മേനെ മാത്രമേ എനിക്ക് കുറേ വർഷം, എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ എപ്പോൾ കണ്ടാലും സംസാരിക്കും. പൈസ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയൊന്നുമില്ല. പക്ഷെ ഒരു കുഞ്ഞു ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും മൂപ്പരുടെ എപ്പോഴും. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് ആളപ്പോൾ എനിക്ക് രണ്ടാമത്തെ ആളെ കണ്ടിട്ടില്ല. അപ്പോൾ അവനെവിടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം ഒരു ഓട്ടോ പിടിച്ച് തിരിച്ച് വീട്ടിൽ പോവാണ്. കാരണം ഇരുട്ടായ പള്ളിക്ക് നിന്ന് ഓട്ടോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതേ തിരിച്ച് വീട്ടിൽ വന്നപ്പം ചാക്കോ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാക്കോച്ചനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നത്തേന് ചാക്കോച്ചൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. എഴുന്നേറ്റപ്പം ചെറുതായിട്ടൊന്ന് കരഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അതേ ചാക്കോച്ചൻ ഇത് സേറ ചേച്ചി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ, തോക്ക്. അപ്പോൾ അതും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരവരുടേതായ ലോകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഉള്ള സ്പേസിൽ കളിക്കുക, അത്രേ ഉള്ളൂ. അപ്പം തോമുന്നതിൻ്റെതായ രീതിയിൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. തോമു ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, ചാക്കോ അഡ്ജസ്റ്റ് ചെയ്യില്ലെന്നല്ല. രണ്ടുപേരും ഏതൊരു സാഹചര്യത്തിലും ഒത്തുപോകുന്നവരാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവാറുണ്ട് കേട്ടോ. അങ്ങനെ ദേ ചാക്കോച്ചൻ ഫോൺ കാണാനുണ്ടോ. ചാക്കോച്ചൻ എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ട് ഇപ്പോഴായിരിക്കും ഫോൺ ഇത്രയും കാര്യമായിട്ട് കാണുന്നത്. വേറെ നിവൃത്തിയില്ല, ടി വി ഇല്ല. നമുക്ക് സ്മാർട്ട് ടി വി അല്ല, LED ഉണ്ടെങ്കിലും സ്മാർട്ട് ടി വി അല്ലത്. അപ്പം ചാക്കോ കട്ടിലേ കിടക്കും, ഞാനും തോമും താഴെ കിടക്കും. അങ്ങനെയാണ് തോമുവിൻ്റെയും ചാക്കോൻ്റെയും അടുത്ത് ഞാനിങ്ങനെ ഷിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇതിനിടയ്ക്ക് ഞാൻ ഡിന്നർ കഴിച്ചു കേട്ടോ. ടൊമാറ്റോ റൈസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടൊമാറ്റോ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ചു. അപ്പോൾ അവരുടേതായ രീതിയിലുള്ള കളികളാണ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇവിടെ വന്നാൽ പിന്നെ കുറച്ച് ലേറ്റായിട്ടേ ഉറക്കമുള്ളൂ. കാരണം രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ അതും പണിയാണ്. ഇവിടെ അമ്മയൊക്കെ 4:30 മണിയാകുമ്പോൾ എണീച്ച് ചോറും കറിയൊക്കെ വെക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അവർക്കതൊരു ശല്യമാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലേറ്റായിട്ടാണ് ഉറക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിലൊരു 11:30 11:45 ഇന്ന് ഒരുപാട് ലേറ്റ് ആയല്ലേ. 10:30 ആകുമ്പോൾ ഉറക്കുന്നതാണ്. ഇന്ന് 11:45 കഴിഞ്ഞു ഉറങ്ങിയപ്പോൾ. അപ്പോൾ ദേ ചാക്കോ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. തോമുകുട്ടൻ്റെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. തോമു പറഞ്ഞ പോലെ താഴെ കിടക്കാനാണ് ഇവിടെ വന്നാൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അവനോട് ഒതുങ്ങി കിടക്കും. ഇനി എനിക്കുള്ള സ്പേസാണ് ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്. ഇനി വേഗം എൻ്റെ കാര്യങ്ങളൊക്കെ വോയിസ് ഓവറൊക്കെ കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അവരെ രണ്ടുപേരെയും ഉറക്കി ടയേർഡായി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ചാക്കോച്ചൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പീരീഡ്സ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭയങ്കര സിവിയർ പെയിനും തളർച്ചയും ഒക്കെ ആയിട്ട് സംഭവം. ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യം കുക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് അവരുടെ കാര്യങ്ങൾ നോക്കുക, തുണി അലക്കുക, എൻ്റേതായ കാര്യങ്ങൾ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ നാളെ രാവിലെ എനിക്ക് ത്രെഡ് ചെയ്യാനും ഒക്കെ പോകണം. ഞാനന്ന് അന്നേച്ചിയുടെ പരിപാടിക്ക് മുമ്പ് നമ്മുടെ ടീൻസിൽ പോയി ചെയ്തതാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല, ത്രെഡ് ചെയ്തിട്ടില്ല, ബ്ലീച്ച് ചെയ്തിട്ടില്ല. തലയിൽ ഹെന്ന ചെയ്യണം. കാരണം നമ്മൾ ഓണത്തിന് എല്ലാവരും കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യണം. എനിക്കിനി അവിടെ പോയാൽ ഇനി സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സ്ഥിരം ഇന്ദു ചേച്ചിയുടെ പാർലറിനാണ് കല്യാണം കഴിഞ്ഞ് പോണ വരെ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഇന്ദു ചേച്ചിനെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇവരെണ്ണിക്കുന്നതിന് മുമ്പ് പോകണം. എന്നിട്ട് രാവിലെ കുറച്ച് നേരം പോയി ജെസ്സിൻ്റെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്, എനിക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയണം, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ്ഡ് ആവണമെങ്കിൽ ജെസ്സിൻ്റെ അടുത്തും അങ്കിളുടെ അടുത്തും പോയി ഒന്ന് കുറച്ച് സംസാരിക്കുമ്പോൾ റിലാക്സ്ഡ് ആവും. ഇന്നിപ്പം അങ്കിള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആൻറ്റി ഇല്ലായിരുന്നു. ആൻറ്റി പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോയേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫുൾഫിൽ ആയിട്ടില്ല. പിന്നെ പിള്ളേരൊന്നും ഇല്ലാണ്ട് സ്വസ്ഥമായിട്ടിരുന്നൊന്ന് വർത്താനം പറയുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെയാണ് ഞാനത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് വെച്ച് നാളെ അവർ നേരത്തെ എണ്ണിക്കുമെന്ന് എനിക്കറിയില്ല. ഇനിയും എനിക്ക് നാളെ പോകണം. ഇന്ദു ചേച്ചി സെറ്റായിട്ടുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട ആൾ ഇന്ദു ചേച്ചിയാണ്. കൈക്ക് രാശിയുണ്ട്. അപ്പോൾ ഇന്ദു ചേച്ചി പാർലറൊക്കെ ഒന്നും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. കൊളാബറേഷനൊന്നും അല്ല കേട്ടോ, ഞാൻ ആദ്യമേ പറയുകയാണ്. ഞാൻ പെട്ടെന്നാണ്, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്ദു ചേച്ചിനെ വിളിച്ചു. അങ്ങനെ അപ്പോൾ നമുക്ക് നാളെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു വരാം.
അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.